നിങ്ങൾക്ക് ബിഗ് ഫോറിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? അതോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ടോ? എന്നാൽ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. ഹായ്, വെൽക്കം ടു ഡേ 33. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾ എന്തുകൊണ്ട് ബിഗ് ഫോറിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് വാല്യൂ. നിങ്ങൾ ബിഗ് ഫോറിൽ നിന്ന് ആർട്ടിക്കിൾഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സി വിക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ നിങ്ങൾ ജോബ്സിന് വേണ്ടി നോക്കുമ്പോൾ മിഡ് സൈസ് ഫേമിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്തവരെക്കാളും നിങ്ങളുടെ സി വി ഷോർട്ട് ലിസ്റ്റ് ആകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ട സോഫ്റ്റ് സ്കിൽസ്, അതായത് എങ്ങനെ പ്രോപ്പറായിട്ട് ക്ലയൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എങ്ങനെ പ്രൊഫഷണൽ വേയിൽ ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യണം, പ്രോപ്പറായിട്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, ഇതൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആകും. അടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോണ ലിസ്റ്റഡ് ക്ലയൻസും അതുപോലെ തന്നെ ടോപ്പ് പ്രൈവറ്റ് കമ്പനീസുമായിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പോഷർ അത്രയും വലുതായിരിക്കും. ഇതൊരു മിഡ് സൈസ് ഫേമിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്താൽ കിട്ടാൻ ചാൻസ് കുറവാണ്. സോ ഓവറോൾ പറയുകയാണെങ്കിൽ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ നിങ്ങൾ എംപ്ലോയ്മെൻ്റ് ആണ് നോക്കണമെങ്കിൽ ബിഗ് ഫോർ ഒരു നല്ല ഓപ്ഷനാണ്.